ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ കാർഡ് വന്നിട്ടുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എല്ലാ വിവരങ്ങളും അറിയിക്കും എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വേറെ ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നാഷണൽ ഏജൻസിയുടെ എന്താണ് ദെയർ ഡ്യൂട്ടി കംപ്ലീറ്റഡ്, അവരുടെ ദൗത്യം പൂർത്തിയായി എന്ന് വേണേൽ പറയാം. അവരുടെ പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ നടക്കുക, അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നൗ ദ ബോൾ ഈസ് ഇൻ ദ കോർട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നത്? ഇനിയുള്ള ഡയറക്ഷൻസ് തീരുമാനിക്കുന്നത്. എവിടെയാണ്, എപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, എത്ര ദിവസം വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റീസ് പറയുന്നതാണ്. അപ്പൊ യൂണിവേഴ്സിറ്റീസ് പറയുമെന്ന് പറയുന്ന സമയത്ത് അത് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക? ഇൻഫർമേഷൻ യു ഗോ വിത്ത് ദ യൂണിവേഴ്സിറ്റീസ്, ചെക്ക് വിത്ത് ദ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റ് നിരന്തരം ശ്രദ്ധിക്കുക എന്നതായിരിക്കണം ഒരു CUT PG ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതിലിപ്പം നിങ്ങൾ ഉദാഹരണത്തിന് എടുക്കുന്ന സബ്ജക്ട് സോഷ്യൽ വർക്കാണെന്ന് എഴുതുക, MSW ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ MSW പ്രൊവൈഡ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിലുണ്ടാവും ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണം. യു ചെക്ക് ദ വെബ്സൈറ്റ് റെഗുലർലി. വെബ്സൈറ്റ് നിരന്തരമായിട്ട് ചെക്ക് ചെയ്യുക, റെഗുലർലി ചെക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ റെഗുലർലി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം വന്നിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, ആപ്ലിക്കേഷനിൽ എത്രയാണ് ഫീസ് വരുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം മനസ്സിലാക്കി വെക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുക എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ എത്തണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ അറിയണം എന്നുള്ളതാണ്. ബെസ്റ്റ് സ്ട്രാറ്റജി വെറുതെ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമായിക്കോളുന്നില്ല. പൊതുവെ എല്ലാവരും കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് എത്താം? ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ മിസ്സാക്കാണ്ടാത്ത യൂണിവേഴ്സിറ്റിയാണ്, JNU മിസ്സാക്കാൻ പറ്റാത്ത യൂണിവേഴ്സിറ്റിയാണ്, BHU മിസ്സാക്കാൻ പറ്റാത്ത യൂണിവേഴ്സിറ്റിയാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മിസ്സാക്കാൻ പറ്റാത്ത യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താണ്? ടോപ്പ് മാർക്കുള്ള ആൾക്ക് മാത്രമാണ് അവിടെ എത്തിപ്പെടാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ എത്തിപ്പെടുക എന്ന് പറയുന്ന പോയിന്റിൽ ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും അവസാനത്തെ ലാപ്പിൽ നിങ്ങൾ എത്തുക, അത് നിങ്ങൾ പങ്കെടുക്കുകയും അതിലേക്ക് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എങ്കിൽ അതില് നമ്മളൊരു മാരത്തോണിൽ പങ്കെടുക്കുന്ന പോലെയാണ്. ഇതിൽ പലപ്പോഴും സംഭവിക്കുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോസസ്സ്, ഇതിന്റെ ഒരു ട്രാജക്ടറി എങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും? അവർ ആപ്ലിക്കേഷൻ ഫോം കോൾ ഔട്ട് ചെയ്യും. ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഡേറ്റ് ഉണ്ടാവും, ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യരുത്? ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കരുത്. യു ഹാവ് ടു അപ്ലൈ ഏർലി. രണ്ടാമത്തത്, ഈ പറയുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണ്ടി വരും. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അതിൽ ഡോക്യുമെന്റ്സിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആളുകൾ ഫീ അടക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യൂല. എന്തിനാ ഇത്രയും ഫീസ് അടക്കുന്നത്, ഏതായാലും എനിക്ക് കിട്ടൂലല്ലോ, ഈ മാർക്ക് വെച്ച് കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഫീ അപ്ലൈ ചെയ്യാതിരിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്ന് പറയാൻ കഴിയുക? കാരണം വൺസ് യു ഹാവ് അപ്ലൈഡ് ഫോർ ദ യൂണിവേഴ്സിറ്റി, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ ചാൻസ്.
നിങ്ങൾക്ക് ലാസ്റ്റ് ലാപ്പിലെങ്കിലും കയറി പറ്റാനുള്ള ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു അപ്ലൈ ടു ദ യൂണിവേഴ്സിറ്റി. ഒരുപക്ഷെ ഫസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല, സെക്കൻഡ് ലിസ്റ്റിൽ കിട്ടിക്കോളുന്നില്ല, തേർഡ് ലിസ്റ്റിൽ കിട്ടിക്കോളുന്നില്ല, ഫോർത്ത് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ചിലപ്പം കിട്ടിക്കോളുന്നില്ല. യു മേ ബി ഗെറ്റിംഗ് ഇൻ ടു ദ യൂണിവേഴ്സിറ്റി ഓൺ സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷനിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടുക. സ്പോട്ട് അഡ്മിഷനിൽ അഡ്മിഷൻ കിട്ടിയാലും ഫസ്റ്റ് ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടിയാലും അഡ്മിഷൻ കിട്ടി ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ബെഞ്ചിലുണ്ടാവുക, മീൻസ് ഇൻ ദ സെയിം ക്ലാസ്. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ സ്പോട്ടിലാണോ അഡ്മിഷൻ എടുക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അഡ്മിഷൻ എടുത്ത ആളാണോ എന്നുള്ളത്, വൺസ് യു ഹാവ് ബീൻ അഡ്മിറ്റഡ് ഇൻ ടു ദ യൂണിവേഴ്സിറ്റി ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അത് മാറ്ററേ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്പോട്ടിലെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പിറകിൽ കൂടണം. പിറകിൽ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാതെ അയ്യടാ അന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ, ഉണ്ടല്ലേ, എന്നേക്കാൾ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കുള്ള അനുഭവമാണ്. 2022 മുതൽ ഈ പറയുന്ന പോലെ CUT വന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യൂല. അപ്ലൈ ചെയ്യാതെ അവരെക്കാൾ മാർക്ക് കുറഞ്ഞ ആളുകൾ ആ യൂണിവേഴ്സിറ്റിയിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപ്ലൈ ചെയ്ത ഒറ്റ കാരണത്താൽ അവർ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി പോകുമ്പോൾ വെറുതെ നോക്കി നിന്ന് കേട്ട് ഇങ്ങനെ നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ് മക്കളെ, ഒന്നും നോക്കണ്ട, അപ്ലൈ ടു ഓൾ യൂണിവേഴ്സിറ്റീസ്. അപ്ലൈ ടു ഓൾ യൂണിവേഴ്സിറ്റീസ് XYZ, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഹോപ്പാണ്. ചിലപ്പോൾ വീണ്ടും സീറ്റ് വേക്കൻസി വന്നിട്ട് വീണ്ടും ലിസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്പോട്ട് അഡ്മിഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം, അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ രജിസ്ട്രേഷനൊക്കെ വേണ്ടി മാറ്റിവെക്കുക. ചില യൂണിവേഴ്സിറ്റികൾ ഫ്രീ രജിസ്ട്രേഷൻ നടത്താണ്, ചില യൂണിവേഴ്സിറ്റികൾ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ഫീ ഇല്ലാത്ത സ്വഭാവത്തിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഡിപ്പെൻഡന്റ് ആയിരിക്കും, അതിനനുസരിച്ചാണ്. അത് ഏതായാലും അതിനൊരു ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക, അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണം ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മുടെ ഡ്രീമാണ് മികച്ചൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഡ്രീം സാക്ഷാത്കരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് തന്നെ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത്. അപ്പൊ ഈ സ്പോട്ട് അഡ്മിഷനിലേക്ക് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോട്ട് അഡ്മിഷനൊക്കെ ലാസ്റ്റ് ഹോപ്പാണ്. മിക്കവാറും നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ ലിസ്റ്റിലേക്ക് എത്തുന്ന സമയത്തൊക്കെ കയറി പോകാൻ സാധ്യതയുണ്ട്. സ്പോട്ട് അഡ്മിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇനിയിപ്പോൾ അവിടേക്ക് പോകണല്ലോ, സ്പോട്ടിൽ പകരം വേറെ ആളെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ പോയിട്ട് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും പോവുക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് സാർ പോയാൽ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ഇത് കിട്ടി. കാരണം എല്ലാവരും ഇങ്ങനെ ആലോചിക്കുക, പൊതുവെ നമ്മുടെ ഒരു മെന്റാലിറ്റി എന്താ, നമ്മൾ മൊത്തത്തിൽ അവിടുത്തെ പോയിട്ടുള്ള ഒരു ലാഭം ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പോകണോ പോകണ്ടെന്നുള്ളത് തീരുമാനിക്കുക ചെയ്യുക. അങ്ങനെ ലാഭനഷ്ടത്തിനപ്പുറത്തേക്ക് ഇഫ് യു ഹാവ് നോട്ട് അവിടെ യാത്രയായിട്ട് പരിഗണിക്കുക, യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ള സ്വഭാവത്തിൽ പരിഗണിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലോ എന്നുള്ളതാണ്. അപ്പൊ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്തെങ്കിലും കിട്ടുക, അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, അതിന് സപ്പോർട്ട് തേടുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ടീം ഉണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിയിലും പെപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഇനിയുള്ള സ്റ്റെപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കുന്നു, ഫീ അപ്ലൈ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുന്നു. അഡ്മിഷന് വേണ്ടി കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫീസ് അടക്കാനുണ്ടാവും. ഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, അതിനനുസരിച്ച് ഫോർമാലിറ്റി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.